ബഹുമാനപ്പെട്ട മസ്റൂഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയിൽ നിന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരികയും നബിയുടെ രണ്ട് മടക്കാക്കി കിടക്കുന്ന വിരിപ്പ് കണ്ടിട്ട് ആ അൻസാറുകളിൽപ്പെട്ട സ്ത്രീ തൻ്റെ വീട്ടിൽ പോയി നല്ല പഞ്ഞിയുള്ള പുതപ്പുമായി വീട്ടിൽ വരികയും അത് നബി തങ്ങൾക്ക് വിരിക്കാൻ കൊടുക്കുകയും ചെയ്തു. ഈ വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. ആ സമയത്ത് ആയിഷ ബീവിയോട് മുത്തുനബി പറയാണ്, ഓ ആയിഷ, ആ വിരിപ്പിന് തിരിച്ചു കൊടുക്കുക. അള്ളാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മലകൾ തന്നെ എനിക്ക് അള്ളാഹു തരും. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത്രത്തോളം ലളിതമായ ജീവിതമാണ്. കഴിഞ്ഞ വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞിരുന്നു മുത്തുനബി കിടക്കാൻ ഉപയോഗിച്ച വിരിപ്പ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ഹദീസിലുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു പത്രിയുമായി പോയപ്പോൾ മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, ഓ ഫാത്തിമ, 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. ലോകത്തിൻ്റെ നേതാവായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കുന്ന പ്രവാചകൻ. അവരും അവരുടെ ജീവിതത്തിൽ വളരെ വളരെ ലോലമായ രൂപത്തിൽ ജീവിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അതാണ് അവരുടെ ജീവിതം. മുത്തുനബിയുടെ ജീവിതം കണ്ട് നമ്മൾ പഠിക്കണം. അവിടുത്തെ അനുയായികളായ നമ്മൾ ആഡംബരമായി ജീവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ മുത്തുനബി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത് എന്ന്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ആ മുത്തുനബിയുടെ മദ്ഹുകൾ പറയുന്നൊരു മാസം നമ്മളിലേക്ക് വരാൻ അടുക്കുകയാണ്. ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.